എന്നെ പെരുമാൾപുരത്ത് നിന്നും പുറത്താക്കി. എന്നിട്ട് നേരെ വാലും കാലിൻ്റെ തിരികെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടേക്കല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ചെല്ലും ചെലവും ഞാൻ തരും. പക്ഷേ നന്ദി കാട്ടേണ്ട ഒരു ദിവസം വരുമ്പോ അത് കാട്ടണം. ഇല്ലെങ്കിൽ എന്റെ കാലിന് തീരും. നീ എന്നെ നമ്പാം. ഇതാണ് ദേവർമഠം, പെരുമാൾപുരത്തിന്റെ അനൗദ്യോഗിക ഭരണകേന്ദ്രം. സിനിമ പിടിക്കുന്ന ആൾക്കാരാ. ഇവിടുത്തെ പാടത്തും പറമ്പിലൊക്കെ ഷൂട്ട് ചെയ്യാൻ അനുവാദം വേണോ? എന്തോ പാട്ടും കൂത്തൊക്കെ വിഷയം. ഓഹോ, ആവക കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ടോ ഇവിടെ? അതിനൊരു വിദേശത്തേക്കല്ലേ പോവാറ് പതിവ്. അതിനും കൂട്ടിയാ കൂടാത്തൊരു ഊട്ടി കൊടൈക്കനാൽ, അതൊക്കെയല്ലേ എൻ്റെ ഒരു രീതി. വന്നോളൂ. ഇവിടുത്തെ ഔട്ട്ഡോറിന്റെ ഭംഗി പാട്ടിന് ചേരുമെന്ന് തോന്നി. ആയിക്കോട്ടെ, വിരോധമില്ല. വെള്ളോടിക്ക് വരെ എവിടെ നിന്ന് കിട്ടി? ഇനിയിപ്പോ താങ്കളാണോ പാട്ടിന്റെ രചന? ശരിക്കും പരിചയപ്പെട്ടില്ലേ? വെള്ളോടി മാഷി കവിയാണ്. ഇവർക്ക് വേണ്ട തരത്തിലുള്ള പാട്ടുണ്ടാക്കണമെങ്കിൽ സാക്ഷാൽ കാളിദാസം വിചാരിച്ചാൽ നടക്കില്ല. അതൊരു തരം പഞ്ചാര വാക്കുകൾ കൊണ്ടുള്ള മാലകെട്ടല്ലേ. അങ്ങാടിയിൽ ഹോട്ടൽ തിരക്കി കിടക്കുന്ന കണ്ടു. ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉദ്ദേശമെങ്കിൽ കൂടെ പോന്നോളാൻ പറഞ്ഞു. സന്തോഷം. അതൊരു സ്ട്രേഞ്ച് ന്യൂസ് ആയിരുന്നു. ഇവിടെ വന്നു വിടുന്ന എല്ലാവർക്കും ആഹാരം നൽകുന്ന ഒരു വീട്. അത് പ്രാക്ടിക്കലാണോ, അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? മനുഷ്യൻ പരസ്പരം ആഹാരം വാങ്ങുകയും വെക്കുകയും ചെയ്യുക, അത് രണ്ടും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അവിടെ നഷ്ടപ്പെടുന്നത് നന്മയാ. അവനവന് ആവശ്യമുള്ളത് കഴിച്ചിട്ട് മിച്ചം വരുന്നത് വിശക്കുന്നവന് സ്നേഹപൂർവ്വം നൽകണം. പിന്നെ ഈ നാട്ടിൽ അധികം അതിഥികളൊന്നും വരാറില്ല. ഇവിടത്തെ പാടത്തും പറമ്പിലും അതിനുള്ള വഹയുള്ളിടത്തോളം കാലം ഇത് തുടരും. ഞാനൊന്ന് കുടിച്ചിട്ട് പറ്റേ. വെള്ളോടി കൂട്ടുവരലിൽ കൂട്ടിക്കോളൂ. വരും. എന്താ പുള്ളിക്കാരന്റെ പരിപാടി? ആള് ഭയങ്കര റിച്ച് ആണല്ലേ. റിച്ച്, അതെ. പണം കൊണ്ട് മാത്രമല്ല, ഉള്ളിലെ നന്മ കൊണ്ടും. തൊഴിലെന്താണെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാ 100%. പിന്നെ ഒരു സ്പിന്നിങ് മില്ല്, ഗാർമെന്റ് എക്സ്പോർട്ടിങ്. നിയമം പഠിച്ച് സന്നദ്ധ എടുത്തിട്ടുണ്ട്, പക്ഷെ കോടതി പോകാറില്ല. വിലാസം എഴുതും വേണമെങ്കിൽ അഡ്വക്കേറ്റ് ദേവർമഠൻ നാരായണൻ എന്നെഴുതാം. വന്നോളൂ. ഇല്ല, പല്ല് വെളുത്തിട്ടില്ല. മഞ്ഞപ്പല്ലുകാരിക്ക് കാപ്പിയും പലഹാരവും തരൂല. ശരിക്കും പല്ലും തേച്ച് കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും വെളുക്കുന്നില്ലാന്ന് വെച്ചാ വെളുത്ത് പെയിന്റ് അടിക്കേണ്ടി വരും പല്ലിന്. ഓ, വലിയ ന്യായമൊന്നും പറയണ്ട. നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ. കണ്ടു അമ്മി, അപ്പ സമയം നോണ പറയണ്ട്. അമ്മ കണ്ടതല്ലേ ഞാൻ പല്ല് തേക്കുന്നത്. സാക്ഷികളെ ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അമ്മുക്കുട്ടി പോയി പല്ല് തേച്ച് എളുപ്പം വന്നോളൂ. എനിക്കറിയാം, ഉണ്ണിത്തമ്പുരാനെ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ഓടിക്കുന്നതല്ലേ. എല്ലാരും ഉണ്ണിത്തമ്പുരാന്റെ ആൾക്കാരാ. എവിടെ അമ്പിളി? നേരത്തെ ഹാജരായതാ. പല്ല് വിളക്കിയത് നന്നായില്ലെന്നും പറഞ്ഞു ഞാൻ ഓടിച്ചു. കുട്ടി അപ്പാ സമയം ഒരു കാപ്പി മധുരമില്ലാതെ എന്നോട് പറഞ്ഞോളൂ. ഏയ്, മൂത്രത്തിൽ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാപ്പിയിലാവാം. അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ. ബാക്കിയുള്ളവർ മുഴുവൻ കാഴ്ചക്കാരാക്കി നിർത്തിയിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. സാറേ പതുക്കെ. ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ. 100 ഏക്കർ ഭൂമി കൈവശമുള്ള ആളാ. ഓ, വിളമ്പിക്കോളൂ. ആയിക്കോട്ടെ. എന്ത് പറ്റി എന്റെ പൊന്നാമ്പലക്ക്? ഞാൻ ആദ്യം പൊന്നാമ്പലയല്ല, എന്റെ പേര് അമ്പിളിന്നാ. അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പല ആവണ്ട, എന്റെ മാത്രം പൊന്നാമ്പല ആയ മതി. പാസാമിയുടെ ഓരോ കുസൃതികളല്ലേ മോളൂ. ഒന്നുമല്ല, എനിക്കറിയാം. ഉണ്ണിത്തമ്പുരാൻ ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞ് ഫസ്റ്റ് അടിക്കാനുള്ള പണിയല്ലേ ഇതൊക്കെ. ശരി, ഇന്നത്തെ എന്റെ ഫസ്റ്റ് പ്രൈസ് നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് പോയി കാപ്പി. ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകമൊക്കെയാണ്. ഒരു ദിവസം സഹിക്കാല്ലേ. ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതിഥികളെ കാഴ്ചക്കാരാക്കി ഇരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചെന്ന് തോന്നരുത്. ഒരുപാട് പേർക്ക് വെച്ച് വിളമ്പാനതല്ലേ. ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും
ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് ആദ്യം എനിക്കിരിക്കട്ടെ. അതാ ഇവിടുത്തെ ഒരു രീതി. സാമ്പാർ ഒരല്പം വേണ്ട സാർ. ഓ, സർവേശ്വര ഭഗവാനെ ക്ഷിപ്രപ്രസാദി ഗുണവൻ ഗണനായക. ഇതിപ്പോ എത്ര നാളത്തേക്കാ? മാലുവിനെ ഒന്ന് കാണാനാ. ഞാനൊരു SOS കോൾ തരുമ്പോ ചെറിയ വന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതി. ശരി. ആ ബാഗ് ഞാൻ പിടിച്ചോളാം. എന്താടി നിനക്ക് തോന്നുമ്പോ കേറി വരാനും പോവാനും ഇതെന്താ സത്രോ? എവിടെ പൊലയിടാൻ പോയിരിക്കായിരുന്നടി അസത്തെ ഇത്രയും ദിവസം? അമ്മയ്ക്ക് ദീനം കൂടി. അവിടെ നോക്കാൻ വേറെ ആരുമില്ലല്ലോ തമ്പുരാട്ടി. അയ്യ, അമ്മയ്ക്ക് ദീന അച്ഛന് വാദം. തിന്ന് നെയ് കൂടിയതിന്റെ ആടി നിനക്കൊക്കെ പൊയ്ക്കോ. ശ്രീകരം ഇനി കണ്ടടം നിരങ്ങാൻ പോയാ പിന്നെ ഈ പടി ചവിട്ടി പോരുത്. പോടി. ഈശ്വര, ഇതാരാ? സാവിത്രി മോൾ ഇത് എപ്പോ വന്നു? ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെയാ വഴക്ക് പറയുന്ന. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി. അയ്യോ, അമ്മായിയുടെ കുട്ടിയെ വഴക്ക് പറയാനോ? അല്ല ഗംഗാരമെന്നെ, ഇവളെ ഇങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ച ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം. കുഞ്ഞമ്പേട്ടിനെ കണ്ടോന്ന് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. എന്താ ഒരു നീറ്റല്ലേ, കുട്ടിക്ക് മരുന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അച്ഛനെ തലയൊന്നിങ്ങനെ വെച്ചേ. അങ്ങനെ ഇനി കണ്ണ് മുറുക്കെ അടച്ച് 5 മിനിറ്റ് കിടന്നോളൂ കേട്ടോ. തുറക്കുമ്പോഴാ എരിയണ പോലെ തോന്നും. 5 മിനിറ്റ് ഒന്നും അടച്ചു പിടിക്കാൻ വയ്യ. പറയണത് അനുസരിച്ചാൽ അവനവന് നല്ലത്. എന്താന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ, ഈ ടംബ്ലർ ഇത് ആരവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കില്ല. എന്താ കുട്ടി നിനക്ക് കണ്ണ് കാണുന്നില്ലേ? അച്ഛനിപ്പോ ധൃതരാഷ്ട്രല്ലേ, നമ്മുടെ ധൃതരാഷ്ട്രം. അതുപോലെ ഒരു അന്ധന്റെ മാര് കിടക്കല്ലേ? അന്ധനല്ല, അന്ധൻ. അത് തന്നെ. അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിയില്ലേ? കാന്താരിയും പച്ചമുളകൊന്നും അല്ല കുട്ടി, ഗാന്ധാരി, ഗാന്ധാരം. കറക്റ്റ്. അപ്പൊ ഇത് അറിയാല്ലേ? ഇനി വേണമെങ്കിൽ കണ്ണു തുറന്നോളൂ കേട്ടോ. കള്ളി, മൂപ്പിൽ കുഞ്ഞമ്പുതാരുടെ പടപ്പെട്ടിന്ന് മോഷ്ടിക്കാൻ നിനക്കേ ധൈര്യം ഉണ്ടാവും. 1 1 1.5 1.5 2 2 2.5 എടി പകൽക്കൊള്ളക്കാരി. അയ്യോ വന്നോ? യെസ്. ഇന്ന് എത്രയുണ്ട്? വട്ടച്ചെലവിന് വല്ലവും ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് 100 ചോദ്യങ്ങളാ. പിന്നെ ഇതല്ലേ നല്ല വഴി? പറ, എന്താ ലാസ്റ്റ് നടന്ന പെണ്ണ് കാണല്? എന്ത് കൊനഷ്ട പറഞ്ഞു മുടക്കി? നല്ല ചൊങ്കനൊരു IT എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ. കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ലെന്ന്. മിസ്റ്റർ ദേവർമട നാരായണൻ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന ഈ ഡിഫൻസ്? അയാൾക്കൊരു ചുക്കും അറിയില്ല. അയാളുടെ ഷഷ്ടിപൂർത്തിയും ഞങ്ങളുടെ കല്യാണവും ഒന്നിച്ചായിരിക്കും. ഇടി കറട്ടെ. എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് റൊട്ടിയാക്കി കളഞ്ഞ. എടി, അവളുടെ ആഗ്രഹം പോലെ മനസ്സിന് പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതരാ. അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ്. അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്നാ പിന്നെ അവളുടെ ഇഷ്ടം എന്താച്ചാ അത് പറയാനാ ഞാൻ. അവളുടെ ഇഷ്ടം. ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ട് ആയിക്കോളാൻ. ആ വാക്ക് മാറില്ല. 13ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കൊന്നവൻ, എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു നടക്കുന്നവൻ. അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരവളെ കൊടുക്കാൻ അത് മാത്രം ആരും എന്നോട് പറയണ്ട. കുഞ്ഞമ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞാ പിന്നെ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാരും. എന്നിട്ടെന്താ വെച്ചാ ആവാം. സഹോദര, പാടത്തോ പറമ്പിലോ? ഇന്നെപ്പോലെ അല്ലടേ മാളെ. അഷ്ടിക്ക് വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം. മൂപ്പിൽ കുഞ്ഞമ്പൂ നായര് ആയ കാലത്ത് കട്ടുമൂട്ടിക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നിനക്കൊക്കെ 3 times കാലം നീട്ടിയിരുന്ന് വയറ് നിറച്ച് ഞണ്ണ. നീ ആ നൃത്തവിലോലിക്കൊന്ന് കൊടു. ഇത് പറ, എന്നാ അവിടെ ഫിലിം ഷൂട്ടിംഗുകാര് വരണത്? എന്താ നിന്നെ കെട്ടിയെടുക്കുന്നുണ്ടോ? യെസ്. ഈ ജന്തുവിനെ കൊണ്ടുവരണോ? പൊട്. എന്തുവാ? അതിനെ കണ്ടിട്ട് കാലം കുറെ ആയി. ഒന്ന് കൊടു. കൊടുക്കട്ടെ. ചെകിട്ട് തുറണം. എന്നാ ആരാ നിന്റെ നായര്?
സത്യവാൻ നാരായണ, സാവിത്രി ഹിയർ. നിധി കാക്കുന്ന ഭൂതം മൂപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ ആമാടപ്പെട്ടിയിൽ നിന്ന് നിറം മങ്ങുന്ന ഓട്ടമുക്കാലേ. ഇങ്ങനെയൊക്കെ മതിയോ? ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട്. പിച്ചാത്തിവാസം. ഈ കരിങ്കുറയനെ കാണാൻ വേണ്ടിയാണ് അത്ര ബഹളം. ആൾക്കാർക്ക് വേറെ പണിയില്ലേ? എന്തൊരു ചൂട്! ഒരു ക്യാരവനെ കൊണ്ടുവരുന്നുള്ളൂ. മദ്രാസിൽ വിളിച്ചിട്ട് രക്ഷയില്ല സാർ. എല്ലാം തമിഴ് ആർട്ടിസ്റ്റുകൾ ബുക്ക് ചെയ്തിരിക്കുക. ഹീറോയും വന്നില്ലേ? വന്നു സാർ. അഭിലാഷ്, ഇതാ നമ്മുടെ ഡാൻസ് മാസ്റ്റർ. ഹലോ സാർ. ഒരു ഹീറോ സോങ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ട്. വിമൽ, ലെറ്റ്സ് സീ വൺസ്. ബോയ്സ് ഗേൾസ് സൗണ്ട്. ഒരു ക്ലാസിക്കൽ സാധനം ഒന്ന് പ്ലാൻ ചെയ്തേക്ക്. കുറച്ച് കാര്യം വേറെ നാട്യത്തിൽ ഒന്ന് കൈവച്ചിട്ട്. അയാളങ്ങനെ പലതും പറയും, മൈൻഡ് ചെയ്യണ്ട. ജോൽസിനോട് വാഴൂർ ജോസാ. എടോ ജോൽസിന ഈ പറഞ്ഞ ഹീറോയിൻ, അവളോട് താൻ പറഞ്ഞില്ലേ എന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊണ്ട് ഈ പടത്തിലുള്ള ഫിക്സ് ചെയ്യുന്നത്? പിന്നെ അവള് രാവിലെ മുതൽ കയറ് പിടിക്കുക. എന്തേ സാറ് വന്നില്ലേ, സാറ് വന്നില്ലേ എന്ന്. അവളുടെ ടൈം തെളിഞ്ഞു. എവിടെ വിളിക്കൂ? ഇപ്പൊ വരും. ഇന്റർനെറ്റ് നോക്കാനെന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമ. ആരാ അവൻ? തന്നെ ഏത് സ്കൂളാണ് പഠിപ്പിച്ചത്? കൊണ്ടാണോ? ഈ വില്ലേജിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇന്റർനെറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. ലോകം ഒരൊറ്റ ഈ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിസ് ജോൾസിന. അറിയും മുമ്പ്, അറിയാൻ ശ്രമിക്കും മുമ്പ് അണ്ടർ എസ്റ്റിമേഷൻ നന്നല്ല ഒന്നിനെ കുറിച്ചും. Now you can check your mails and send replies. Oh, I just want to check my mail. Do whatever you want. Your phone. Oh, അതാ ബോറനാ ഈ ഫിലിമിലെ ഹീറോ. സോറി, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാ. ധീരോദാത്തൻ അതിപ്രതാപ ഗുണവൻ വിഖ്യാത വംശൻ ധരാപാലൻ നായകൻ. അത് നായക ലക്ഷണം എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞത്, അല്ലാതെ നടന്റെ ലക്ഷണമെന്നല്ല. ഒരു നല്ല നടൻ ചിലപ്പോൾ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോൾ നല്ല നടനും ആവാം. ഇത് ബോറൻ മനുഷ്യനും ബോറൻ നടനുമാണ്. A rare combination. ആ കാളിയാർമട ഉണ്ണിയാഴ്ച കണ്ട് കാലം കുറെ ആയി. വെള്ളോടി മാഷ ഷൂട്ടിംഗ് കാണാൻ പോയില്ലേ? വെളുപ്പാൻ നേരത്ത് അരിവെപ്പുകാരൻ ചെക്കൻ വന്ന് ഷൂട്ടിങ് കൂവിയപ്പോ ഉള്ളൊന്ന് കാളി. ഞാൻ കരുതി ആരോ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടാ. എന്നാണ് ആ ഒരു നിലവിളക്കം പിടിച്ച് ഈ പടിയൊന്ന് ചവിട്ടി കയറുന്നത്? മാഷിന്റെ നാരായണനോട് തന്നെ ചോദിക്കും. മാലി ചേച്ചി, സിനിമാ നടി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്യാൻ വന്നതാ? ഇതാ പണ്ടുള്ളവര് പറഞ്ഞത്, താങ്കാറിന്റെ അടുത്ത് താങ്കേറിയിരുന്നില്ലെങ്കിൽ നാരായണൻ സാറിന്റെ കമ്പ്യൂട്ടറിൽ നടി കയറിയിരിക്കും. ഇവള് പശ കാണും മോളെ. മാനെ മാലു, ഇതെപ്പോ? നൃത്തകുണ്ടലിനി, വെൽക്കം ടു ദേവർ മഠം. താങ്ക്സ് നാണു. ജോത്സ്ന ഇതെന്റെ അനിയത്തി മാലു. ഹായ്. ഇത് സാവിത്രി. ഷീസ് മൈ. വുഡ് ബി. Oh, is it? പറയാമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. വയസ്സുകാലത്ത് വെള്ളം ചൂടാക്കി തരാൻ ഒരാള്. അതിനെന്തിനാ ഒരാള്? ഒരു ഹീറ്റർ മേടിച്ചു വെച്ചാ പോരെ? സ്റ്റൈലാക്കല്ലേ? എന്നോട് പറഞ്ഞു. എന്റെ ചിരിയും കളിയൊക്കെ കുറച്ച് കൂടിയപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു സാവിത്രിയെ കുറിച്ച്, നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച്. എനിവേ യു വെരി ലക്കി. ഞാൻ പോട്ടെ, ഷൂട്ട് തുടങ്ങാറായി കാണും. See you guys. Bye, sweetheart. സ്മാർട്ട് ഗേൾ. എന്താ വേണോ? അതിനുള്ള ലക്കിയൊന്നും നമുക്കില്ലല്ലോ എന്റെ മാനേ. എന്തോ ഒരു അറപ്പ് വെള്ളോടി. ഇവിടെ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ. ഇല്ല, ഇത് നാരായണന് വേണ്ടിയല്ല, പെരുമാൾപുരത്തിന് വേണ്ടി. ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല, വില പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ. അതിനൊരു ചന്തയിൽ വന്നൊന്നും കരുതാം. വാ. ഗിരിമുതലാളി ഒന്ന് കാണാൻ വന്നതാ. കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി.
വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണിത്തമ്പുരാന്. അയ്യോ നമസ്തേ. ഡോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത്. പിന്നെ കുണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥല പോടാ കാട്ടി. എന്താ ചെറിയമ്മേ, സുഖം തന്നെയല്ലേ? വാ നമ്മുടെ ഭക്ഷണത്തോട്ട് തന്നെ ഇരിക്കും. വന്നാട്ടെ. അപ്പോൾ പറയും നാരായണൻ, എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം? വെള്ളോടി മാഷേ, താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം. സ്വീകാര്യമെന്ന് തോന്നുന്നതിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ്. ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു. അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം, അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം. ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾപുരത്തുള്ള മിനിമം 20 ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ, അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഈ നാടിന്റെ വികസനം ഒരു MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ താല്പര്യം കൂടുതലുണ്ട് നാരായണൻ. വികസനം വികസനം വേണം. നിലമ്പൂർ കാടുകളിലെ ചോലനായ്ക്കർ പല്ലിയെയും പഴുതാരയും പിടിച്ചു നിന്ന് വിശപ്പടക്കുമ്പോൾ വയനാട്ടിലെ ആദിവാസി ഒരു തുണ്ട് ഭൂമി ചോദിച്ചതിന് മുളവടി കൊണ്ട് തല്ലുകൊള്ളുമ്പോൾ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാതും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം. ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലം തിരുമ കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും. വേണ്ട സർ, ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച്, പുഴയെ സ്നേഹിച്ച്, മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക്, നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം. ഇതിനായി കേരളത്തിലെ 14 ജില്ലകളിലെ 10,000 ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ലേ? ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം. ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ. അതാണ് പറയുന്നത്. പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണൻ തയ്യാറാണ്. പൊന്നും വിലയെങ്കിൽ പൊന്നും വില. അതെ, അതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ. ഇല്ല, ദേവരമഠം നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ. അത് വാശി. അപ്പൊ അത് വിറ്റ് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം. ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുറക്കണം. അത് നടക്കില്ല മനേഗിരി. നടക്കും, നടത്തി ഞാൻ കാണിക്കാൻ നേരാണ. അതെന്റെ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ്. ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ്. ആ കളി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ 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 അച്ഛന്റെ മരണം? എങ്ങനെയുള്ള മരണം? 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് 84 ആണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ? കുത്തിക്കൊന്നതല്ലടാ നീ എന്റെ ഏട്ടനെ. കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണം. ആരാധനാലയം പോലൊരു നാട്, സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ? മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരയും നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇന്നീ കാണുന്നതൊക്കെ. അതിലൊരു പങ്കിയാ വിറ്റുന്ന് വരും, ആർക്കെങ്കിലും ദാനം കൊടുത്തു വരും. അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലടാ ചെക്ക. ഏട്ടന്റെ മോൻ, എന്റെ കൂടെ പിറന്നവന്റെ അന്തകനാണ് നീ. നിന്റെ തല കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ രാമൻകുട്ടി ഏട്ടന്റെ ദുർദശ. അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പറയുന്ന ചത്തുപോയ ആ തേവിടിച്ചിക്ക് പുടവ് കൊടുത്ത. വേണ്ടിപ്പോരുത് എന്റെ അമ്മയെ കുറിച്ച്. ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ട് നെഞ്ചു കലങ്ങിയാണ് 13-ാം വയസ്സിൽ ഞാൻ കൊലയാളിയായത്. എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കും എന്റെ ഇന്ന്. കുഞ്ഞമ്പൂ നായരെ പറയുന്നത് നാരായണ. ഒന്നുകൂടെ കേട്ടോ,
സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്തം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. പാവളൊഴി മാറാം. പോരു തുടങ്ങി. സർവനാശത്തിലേ ഇത് അവസാനിക്കൂ. ഇരുപക്ഷത്തിനും അവരുടെ ആളെന്ന തോന്നലുണ്ടാക്കിയാവും എന്റെ നില. തമ്മിത്തല്ലി ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം. അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം, നെടുനാളത്തെ സ്വപ്നം. ഹലോ, കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം. അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ്. പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ. ഫോൺ സാറിനാ വീട്ടിൽ നിന്ന്. നല്ല വാർത്തയാ, സാറിന്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്പലനടകളും അന്നദാനപ്പുരകളും കയറിയിറങ്ങി ഭിക്ഷ വാങ്ങിത്തുന്ന് ജീവിച്ചു. ഇപ്പൊ രോഗങ്ങളാ, എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത. വഴിയിൽ വീണ് ചാവണേന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ പോണെന്നാണ് പറയുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരാശ്രയത്തിന്. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ നാട് വിട്ടു പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് ചുടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പറഞ്ഞത് ചെയ്യുന്നവരാ. ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം. ഞാൻ നോക്കിക്കൊള്ളാം, കുറവൊന്നുമില്ലാണ്ടേ. പക്ഷെ ഒന്ന് ചെയ്യണം. നാളെ രാവിലെ ദേവർ മഠത്തിലേക്ക് പോകണം. എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ? അത് വേണം. പറയുന്നത് ഞാനാ. അനുസരിക്കുക.